നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വള്ളുവങ്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ തൊട്ടടുത്തായിട്ടാണ്. ഈ മനോഹരമായ വള്ളുവങ്കടവിനോട് ചേർന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുവപ്പന മുത്തപ്പൻ ശില്പം വരുന്നത്. ആ ഒരു ശില്പത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്ത് വലിയൊരു അത്ഭുതമായിട്ട് മാറും കേട്ടോ. നമ്മൾ ഏഴുമലയിൽ പോകുന്ന സമയത്ത് അവിടെ വലിയൊരു ഹനുമാന്റെ ശില്പമുണ്ട്. അതിന് രൂപകൽപ്പന കൊടുത്ത ശില്പി ശ്രീ KKR വെങ്ങര തന്നെയാണ് ഈ ഒരു തിരുവപ്പന മുത്തപ്പൻ്റെ ശില്പ നിർമ്മാണവും ചെയ്യുന്നത്. 6 മാസം മുമ്പ് തന്നെ ഞാൻ ഇതിന് തയ്യാറായി. ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കുമെന്ന് നന്നായി ചെയ്യാൻ കഴിയുന്ന തന്നെ എൻ്റെ വിശ്വാസം. ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു ആശ്വാസത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ മനോഹരമായൊരു പൂന്തോട്ടം നമ്മുടെ ഇതിൻ്റെ ഇപ്പോൾ നാരായണഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷേത്രത്തിന് ചുറ്റും തോട്ടങ്ങളുമാണ്. അപ്പോൾ വളരെ മനോഹരമായൊരു പൂന്തോട്ടം, ഒരു ഗാർഡൻ കൂടി നമ്മളിതിൽ പ്ലാൻ ചെയ്യുന്നു. എൻ്റെ ഒരു കണക്ക് പ്രകാരം 18 മാസം ഞാൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ഇന്നത്തെ കണക്ക് പ്രകാരം മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ 18 മാസം കൊണ്ട് പ്രൊജക്റ്റ് ഇത് പൂർത്തിയാവുന്ന എൻ്റെ വിശ്വാസം. 2026 മെയ് 9 രാവിലെ 8 മണിക്കും 9 മണിക്കും മധ്യയായിരുന്നു ഈ ഒരു പുണ്യമുഹൂർത്തം. വിശിഷ്ടാതിഥിയായിട്ട് സംപൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിസ്വാമിയായിരുന്നു. പ്രസിദ്ധ മലയാള സിനിമാ സംവിധായകനും വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ വിജി തമ്പിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. വള്ളുവങ്കടവിലേക്ക് വന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി അരിയമ്പാട്ട് മുകുന്ദൻ പുഷ്പഹാരം അണിയിച്ചായിരുന്നു സ്വീകരിച്ചത്. ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സ്വാഗതം പറഞ്ഞത് ഡോക്ടർ ശ്രീ മുരളി മോഹനായിരുന്നു. ഒരുപാട് മഹത് വ്യക്തികളുടെ സാന്നിധ്യം ഈ ഒരു ചടങ്ങിന് മാറ്റുകൂട്ടി. അഴീക്കോടിൻ്റെ പ്രിയപ്പെട്ട MLA KB സുമേഷ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പറശ്ശിനിക്കടവിൻ്റെ പുണ്യനദിയായ വളവട്ടണം പുഴയുടെ മനോഹരമായ പിൻപുഴയോരത്ത് മഹാഗുരുവും ഭഗവതിയും ഗുളികൻ ദൈവവും സർപ്പക്കാവും കൂടിയുള്ള വള്ളുവങ്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര. കൃത്യസമയത്ത് തന്നെ ഭൂമിപൂജയും ശിലാപൂജയും ഒക്കെ ശ്രീ കുഞ്ഞിമംഗലം ശങ്കരൻ മേലാചാര്യയുടെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായി നടന്നു. ഈ ഒരു ഭൂമിപൂജയ്ക്കും ശിലാപൂജയ്ക്കും ശേഷമാണ് നമ്മുടെ കുറ്റിയടിക്കൽ ചടങ്ങ്. ഈ ഒരു കുറ്റിയടിക്കൽ ചടങ്ങിന് ശേഷം ഒരു ചരിത്രമാണ് നമ്മുടെ വള്ളുവങ്കടവ്. ഭാരതത്തിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുവപ്പന മുത്തപ്പൻ ശില്പം വരുന്നതോടുകൂടി വള്ളുവങ്കടവിന് വലിയൊരു മാറ്റം വരികയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ ഒഴുകിയെത്തും. ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടുന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ജോലിയും ലഭിക്കും. ഈ ഒരു ചടങ്ങിന് ശേഷം എല്ലാവരും പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങി.